വെൽക്കം ടു PR മാത്സ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേഷൻ +2 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പർട്ടിക്കുലർ ഫോംസ് ഓഫ് ഇന്റഗ്രേഷൻ. നമ്പർ 1 നോക്കൂ. 1/, ക്വാഡ്രാറ്റിക് ഫോം. 1/, ക്വാഡ്രാറ്റിക് മീൻസ് സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ. 1/√, ക്വാഡ്രാറ്റിക് ഫോം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. 1/√, ക്വാഡ്രാറ്റിക് ഫോം. തേർഡ് ഫോം ഈസ് ലീനിയർ ബൈ ക്വാഡ്രാറ്റിക്. എന്താണ് ലീനിയർ എന്ന് പറഞ്ഞാൽ? ലീനിയർ ഈസ് എ ഫസ്റ്റ് ഡിഗ്രി എക്സ്പ്രഷൻ ആൻഡ് ക്വാഡ്രാറ്റിക് ഈസ് എ സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ. Then fourth form is linear by root quadratic form. ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് ഫോമിലും ലീനിയർ ബൈ റൂട്ട് ക്വാഡ്രാറ്റിക് ഫോമിലും നമ്മൾ ഈ ഫോം അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ ഫോമിലുള്ള ഏതൊക്കെ ഫോം? 1/, ക്വാഡ്രാറ്റിക് ഫോമും 1/√, ക്വാഡ്രാറ്റിക് ഫോമും അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുക. ഏതായാലും ഇവിടെ നോക്കൂ. 1/, ക്വാഡ്രാറ്റിക് ഫോമിലും 1/√, ക്വാഡ്രാറ്റിക് ഫോമിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിൽ എങ്ങനെയാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യുക എന്ന് നമ്മൾ വി ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ 10th സ്റ്റാൻഡേർഡ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുക. എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് അതിനെ സ്ക്വയർ ചെയ്യുക. ദെൻ ആഡഡ് ടു 2 sides. ദാറ്റ് ഈസ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ദെൻ ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് ഫോം ആൻഡ് ലീനിയർ ബൈ റൂട്ട് ക്വാഡ്രാറ്റിക് ഫോം. ഈ രണ്ട് ഫോമിലും നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ linear is equal to a into derivative of quadratic plus b. A into derivative of quadratic plus b എന്നാണ് ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് ഫോമിലും ലീനിയർ ബൈ റൂട്ട് ക്വാഡ്രാറ്റിക് ഫോമിലും നമ്മൾ എഴുതേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് ഓഫ് സോൾവിംഗ്. ദെൻ ഇതിൽ എല്ലാത്തിനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് ഇന്റഗ്രേഷൻ റിസൾട്ട് ആണ് മക്കളെ. ഇന്റഗ്രൽ f'(x) by f(x) dx. ഇന്റഗ്രൽ f'(x) by f(x) dx is log mod f(x). ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ലോഗ് ഡിനോമിനേറ്റർ. വാട്ട് ഈസ് ദ സെക്കൻഡ് റിസൾട്ട്? ഇന്റഗ്രൽ f'(x) by root f(x). root f(x) will be equal to 2 √f(x). റൂട്ടിന്റെ ഉള്ളിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ 2 √f(x) ആണ് റിസൾട്ട്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോം ഇൻ ഇന്റഗ്രേഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ സീറ്റ്. ഫസ്റ്റ് ടൈപ്പ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 3x² + 5x + 3. ഇന്റഗ്രൽ dx by 3x² + 5x + 3. നിങ്ങൾ ഏതാണ് ഫോം എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ദ ഫോം ഈസ് 1/, ക്വാഡ്രാറ്റിക്. വാട്ട് ഈസ് ക്വാഡ്രാറ്റിക്? 3x² + 5x + 3 ഈസ് ദ ക്വാഡ്രാറ്റിക് ഫോം ഓർ സെക്കൻഡ് ഡിഗ്രി ഫോം. ഞാൻ കഴിഞ്ഞ ഫോമില് എങ്ങനെയാണ് 1/, ക്വാഡ്രാറ്റിക് ഫോമും 1/√, ക്വാഡ്രാറ്റിക് ഫോമും നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. വി ക്യാൻ അപ്ലൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. നോക്കൂ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഇന്റഗ്രൽ dx by first we take the coefficient of x² outside 3 into x² plus 5/3 into x
പ്ലസ് 1. ദെൻ നമ്മൾ എന്ത് ചെയ്യാത്ത ഇതിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കണം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ദാറ്റ് ഈസ് 1/3 into integral dx by x square plus കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക. എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? 5/3. 5/3ന്റെ ഹാഫ് 5/3 into 1/2 is 5/6. ഈ 5/6നെ സ്ക്വയർ ചെയ്യുക. 5/6നെ സ്ക്വയർ ചെയ്താൽ 25/36. 5/3x പ്ലസ് 25/36. ഓക്കെ, ഇനി ആ കോൺസ്റ്റന്റ് ടേം 1. ഇനി ആഡ് ചെയ്ത ടേം തന്നെ നമ്മൾ മൈനസ് ചെയ്തും കൊടുക്കുക. മൈനസ് 25/36. ഓക്കെ, ഡു യു ഫോളോ മീ? ദെൻ 1/3 into integral dx by x square plus 5/3x plus 25/36. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സ് സൈന് പ്ലസ്. ഇനി 25/36 എന്ന് പറഞ്ഞാൽ 5/6 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ 5/6 ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 5/6 ഹോൾ സ്ക്വയർ. Then 1 minus 25/36. ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 11/36 ആണ് അല്ലെ? ഈ 11/36നെ നമ്മൾ സ്ക്വയർ ആക്കി പറയണം എപ്പോഴും. ആ കിട്ടുന്ന കോൺസ്റ്റന്റ് ടേമിനെ സ്ക്വയർ ആക്കി എഴുതണം. അതിനെ സ്ക്വയർ ആക്കി എഴുതുക എന്ന് പറഞ്ഞാൽ √11/6 ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? പ്ലസ് √11/6 whole square in 1/3 into dx by x plus 5/6 whole square plus 11/6 whole square. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് ഫോമിലാണ്? ഇന്റഗ്രൽ 1/x square plus a square will be equal to 1/a tan inverse x by a. That is 1/3 into 1/a. What is a? This is a square. Then a is √11/6 tan inverse. Here x is x plus 5/6 by √11/6. Okay. Then 3, 6 in 2 goes to up. Then 2/√11 tan inverse cross ചെയ്തോളൂ 6x plus 5 by √11. 6 and 6 will be cancelled. This is our integral result. Okay, follow me. Right. Second question. 1 integral 1/√8 plus 3x minus x square dx. This is of the form integral 1/√quadratic. അപ്പൊ 1/quadraticലും 1/√quadraticലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഇവിടെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് 1/x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് -1 പുറത്തേക്ക് എടുത്തു. -1 ഇൻറ്റു അപ്പൊ ആ ടേം x സ്ക്വയറിനായി. 3xന്റെ ടേം -3x നായി. -8 dx. Okay, this minus sign cannot be taken outside. ഇത് പുറത്തേക്ക് എടുക്കരുത് ഈ മൈനസ്. Then integral 1/√(-1) into completing the square method x square minus 3x 3ന്റെ ഹാഫ് 3/2 സ്ക്വയർ ചെയ്താ 9/4 പ്ലസ് 9/4 -8 minus 9/4 9/4 ആഡ് ചെയ്ത് കൊടുത്തു. അതേ 9/4 എന്ന് നമ്മൾ മൈനസ് ചെയ്ത് കൊടുത്തു.
സിമ്പിൾ ഇന്റഗ്രൽ 1 by root of -1 into this will be x square square root x. സൈന് ശ്രദ്ധിക്കണം, നേരത്തെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആണ്. മൈനസ് ഈ സൈൻ ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. മൈനസ് 9/4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ? 3/2 ആണ് ഹോൾ സ്ക്വയർ. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ -32 -9 -41/4 മൈനസ് സ്ക്വയർ ആക്കി എഴുതണ്ടേ? മൈനസ് √41/2 ഹോൾ സ്ക്വയർ. മൈനസ് √41/2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ -1 ഉള്ളിലേക്ക് തന്നെ ബ്രാക്കറ്റ് വെച്ച് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്താൽ സെക്കൻഡ് ടേമിന്റെ സൈന് പോസിറ്റീവുമാവും, ഫസ്റ്റ് ടേമിന്റെ സൈന് നെഗറ്റീവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1 by root of ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ √41/2 ഹോൾ സ്ക്വയർ മൈനസ് x minus 3/2 whole square dx. This is of the form integral dx by root of a square minus x square will be equal to sin inverse x by a. This will be equal to sin inverse. What is x? X minus 3/2 by a is √41/2. Okay, follow me. Cross you. Sin inverse 2x minus 3 by √41 plus constant of integration c. Get me? Okay. Then here is our third question. Integral x plus 1 by x square plus 6x plus 25 dx. ഇത് ഏത് ഫോമിലാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലീനിയർ ബൈ ക്വാഡ്രാറ്റിക്. ലീനിയർ ബൈ ക്വാഡ്രാറ്റിക്കിലും ലീനിയർ ബൈ റൂട്ട് ക്വാഡ്രാറ്റിക്കിലും നമ്മൾ എഴുതേണ്ടത് ലീനിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി x plus 1 is equal to a into derivative of x square plus 6x plus 25 plus b. നമ്മളിത് ഇക്വേറ്റ് ചെയ്തിട്ട് എന്റെയും ബിന്റെയും വാല്യൂ ആണ് കാണാൻ പോകുന്നത്. ആ വാല്യൂ നമ്മൾ ആ ഇന്റഗ്രലിലേക്ക് x plus 1 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. സിമ്പിൾ. x plus 1 is equal to a into നിങ്ങൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തോളൂ. 2x plus 6x ന്റെ ഡെറിവേറ്റീവ് 6 plus b. ഇനി a ഓപ്പൺ ചെയ്യാം. x plus 1 is equal to 2ax plus 6a plus b. Okay. ഇനി ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് x. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x 1 ആണ്. 1 is equal to 2a. ഇനി കോൺസ്റ്റന്റ് ടൈം ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ കോൺസ്റ്റന്റ് ടൈം 1 ആണ്. 1 is equal to 6a plus b. Okay, that is a is equal to 1/2. ഈ എന്റെ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 is equal to 6 into 1/2 plus b. 6 into 1/2 3. ആ 3 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 minus 3 minus 2. Minus 2 is equal to b. Get the value of a and b. ഇനി a and b ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നേരെ അത് ഇന്റഗ്രലിലേക്ക് ഇടുക. ഇന്റഗ്രൽ x plus 1 by x square plus 6x plus 25. That is that. ഈ x plus 1 ആണ് നമ്മൾ എങ്ങനെ എഴുതിയത്? a into 2x plus 6 plus b. എന്താണ് ഈ 1/2? അപ്പൊ ഇന്റഗ്രൽ 1/2 into 2x plus 6 plus b is -2. അപ്പൊ -2 by ഡിനോമിനേറ്റർ എന്താണ്? x square plus 6x plus 25.
ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആക്കുക, ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആക്കുക, കോൺസ്റ്റന്റ് ടേം ഒക്കെ പുറത്തേക്ക് എടുത്ത് രണ്ട് ഇന്റഗ്രൽ ആക്കി മാറ്റി എഴുതുക. അത് സ്പ്ലിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. 1/2 ഇൻറ്റു ഇന്റഗ്രൽ 2x പ്ലസ് 6 ബൈ x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 25 dx. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത ടേം സ്പ്ലിറ്റ് ആക്കുമ്പോഴോ -2 ഇൻറ്റു ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 25 dx. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണ് ലോഗ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ ഫോമിലേക്ക് വന്നിട്ടുണ്ടാവും. അതായത് ഈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നിട്ടുണ്ടാവും. അഥവാ വന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, ഞാൻ ആ ഫസ്റ്റ് റിസൾട്ട് എഴുതി തന്നു കഴിഞ്ഞതാണ്. ഇന്റഗ്രൽ f'(x by f of x dx) ലോഗ് f of x, ലോഗ് ഡിനോമിനേറ്റർ. ഇനി രണ്ടാമത്തെ ടേം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന രണ്ടാമത്തെ ടേം 1 ക്വാഡ്രാറ്റിക് ഫോമിലേക്കും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. 1 ക്വാഡ്രാറ്റിക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ 1 ക്വാഡ്രാറ്റിക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. നോക്കൂ, ഇന്റഗ്രൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാതിരിക്കാൻ എന്താ കാരണം? അത് ലോഗ് ഡിനോമിനേറ്റർ ആണ്. 1/x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 dx. ഓക്കെ, ഇവിടെ ഒരു -2 ഇൻറ്റു ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 6x പ്ലസ് 9. മനസ്സിലായല്ലോ 9 എങ്ങനെ വന്നു? 9 പ്ലസ് 5 മൈനസ് 9. ഓക്കെ, ഇന്റഗ്രൽ 1/x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലെ? മൈനസ് 4 ആണ്. -4 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? -2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതെന്തായി? ഇന്റഗ്രൽ dx ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇന്റഗ്രൽ dx ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് 1/2a log mod x minus a, x plus 3 minus 2 by x plus a, x plus 3 plus 2. 1/2a log mod x minus a by x plus a. അതാണ് നമ്മുടെ റിസൾട്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/4 ഇൻറ്റു log mod x പ്ലസ് 1/x പ്ലസ് 5. ഇതാണ് സെക്കൻഡ് ടേമിന്റെ ഇന്റഗ്രൽ. ഇനി ആ രണ്ട് വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ നമ്പർ 1 നോക്കൂ, 1/2. ഇത് 1/2. മറ്റേ റിസൾട്ട് ലോഗ് ഡിനോമിനേറ്റർ ലോഗ് x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 25. ഓക്കെ, മൈനസ് 2 ഇൻറ്റു 1/4. അപ്പം -1/2 -1/2 -2 ഇൻറ്റു 1/4. അപ്പൊ -1/2 ലോഗ് പറഞ്ഞോ എന്താ? x പ്ലസ് 1/x പ്ലസ് 5 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. ഇത്രയും സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ബോർഡ് എക്സാം എന്ന് ചോദിച്ചാൽ ഇത് എഴുതേണ്ടത്. നമുക്ക് യു വിൽ ബി ഗെറ്റ് 4 മാർക്സ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഹിയർ ഈസ് അവർ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ x പ്ലസ് 2 ബൈ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഏത് ഫോമിലാണ്? ലീനിയർ ബൈ റൂട്ട് ക്വാഡ്രാറ്റിക്. ലീനിയർ ബൈ റൂട്ട് ക്വാഡ്രാറ്റിക് ഫോം. നോക്കാം. Integral x plus 2 by root of x square plus 2x plus 3. Okay, linear is equal to x plus 2 is equal to a into d by dx of quadratic ആണ്. റൂട്ട് എടുത്ത് എഴുതരുത് കേട്ടോ. quadratic x square plus 2x plus 3
plus b. Okay, is equal to a into 2x plus 2 plus b. Okay, take the derivative, x square in the derivative 2x, 2x in the derivative 2. That is x plus 2 is equal to 2ax plus a into 2, 2a plus b. Equating the coefficient of x, 1 is equal to 2a. Constant term, 2 is equal to 2a plus b. That is a is equal to 1 by 2. ഇനി എന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 is equal to 2 into 1 by 2 plus b. 2 into 1 by 2 is 1. 2 minus 1, 1. 1 is equal to b. And b the value കിട്ടി. നേരെ നമ്മൾ ഇന്റഗ്രലിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇന്റഗ്രൽ x plus 2 by root of x square plus 2x plus 3 dx. ശ്രദ്ധിക്കണം, നിങ്ങൾ എപ്പോഴും ഇവിടെ ന്യൂമറേറ്ററിനാണ് ചേഞ്ച്. എങ്ങനെയാണ് ന്യൂമറേറ്റർ എഴുതിയത് നോക്കൂ. x plus 2 is equal to a into 2x plus 2. a is 1 by 2 അല്ലെ. അപ്പൊ ഇന്റഗ്രൽ 1 by 2 into 2x plus 2 plus b. b is 1. അപ്പൊ 1 by denominator is root of x square plus 2x plus 3 dx. ഓക്കെ, രണ്ട് ഇന്റഗ്രൽ ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. കോൺസ്റ്റന്റ് ആക്കി ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എഴുതുക. 1 by 2 into integral 2x plus 2 by root of x square plus 2x plus 3 dx plus integral 1 by root of x square plus 2x plus 3 dx. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം, ഫസ്റ്റ് ഇന്റഗ്രല്, റൂട്ടിന്റെ ഉള്ളിലുള്ളതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ. അപ്പൊ റിസൾട്ട് നമ്മൾ നേരത്തെ പഠിച്ചു 2 root f of x. ഇനി അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. 2 root f of x. ദെൻ നമ്മൾ സെക്കൻഡ് ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്യാം. സെക്കൻഡ് ഇന്റഗ്രൽ ഈസ് ഓഫ് ദ ഫോം 1 by root quadratic x square plus 2x plus 3 dx. Okay, 1 by root quadratic, completing the square method, 1 by root of x square plus 2x ന്റെ 2 ന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ്. അപ്പൊ 1 ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 തന്നെ. 2x plus 1 plus 3 minus 2. Simple. That is integral 1 by root of x plus 1 the whole square plus ഇതെന്തായി 1 square. 3 minus 1. 3 minus 1 2. 2 നെ സ്ക്വയർ ചെയ്യുമ്പോൾ √2 സ്ക്വയർ എന്നാണ്. 1 അല്ല ആഡ് ചെയ്യേണ്ട. This is of the form integral dx by x square plus a square log mod x. What is x? x plus 1 plus root of x plus 1 whole square plus √2 square plus this is second integral log mod x plus root of x square plus a square. ഇത് ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ log x plus 1 plus ഇത് എക്സ്പാൻഡ്, then root of x plus 1 whole square plus √2 whole square. The substitute this one, that is x square plus 2x plus 3. Okay, then അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് 2 root f of x മക്കളെ. ദാറ്റ് ഈസ് substituting in 1 we get 1 by 2 into 2 root f of x. 2 root x square plus 2x plus 3 plus then ഇതിന്റെ റിസൾട്ട് എന്താണ്? log x plus 1 plus
root of x square plus 2x plus 3 plus constant of integration c. ഇതാണ് നമ്മളുടെ ലീനിയർ ബൈ റൂട്ട് ക്വാഡ്രാറ്റിക് ഫോം. ഓക്കെ, അപ്പൊ ഞാൻ ഈ 4 ഫോമുകളും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. എപ്പോഴും നമുക്ക് ബോർഡ് എക്സാമിന് ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് PR Maths.